ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിയുമ്പോഴാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അവർ വഫാത്താവുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തിൽ കണ്ടു. നബി മകളോട് പറഞ്ഞു, മകളെ, ഇന്നാ മുസ്താഖുക ലിലിഖായി, നിന്നെ കാണാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ഈ സ്വപ്നം ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പയെ സ്വപ്നം കണ്ട് എനിക്ക് പോകാൻ സമയമായി. അങ്ങനെ ചില വസിയത്തുകളും ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹയോട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം. കൂടാതെ എൻ്റെ ജനാസ ഫാത്തിമ ബീയുടെ കൂടെ അന്നുണ്ടായിരുന്നത് അസ്മാ റളിയല്ലാഹു തആല അൻഹയാണ്, ആയിഷ ബീയുടെ സഹോദരി. അസ്മയോട് ഫാത്തിമ ബീവി ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ ആളുകൾ എൻ്റെ ശരീരത്തിൻ്റെ ആകാര വടിവുകൾ കാണാൻ ഇടയാകുമല്ലോ എന്നാണ് അവരുടെ ആശങ്ക. ജനാസ പൊതിയുന്നത് ടൈറ്റായി പൊതിയുമ്പോൾ സ്ത്രീകളുടെ ജനാസയാകുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ആകാര വടിവുകൾ കാണപ്പെടും. ഇതെല്ലാം വളരെ സൂക്ഷിച്ച് ജീവിച്ചയാളാണ് ഫാത്തിമ റളിയല്ലാഹു തആല. അസ്മാബി അവരോട് പറഞ്ഞത്, ഇതിനൊരു പണി ചെയ്യാം. എത്യോപ്യയിൽ ഞാനൊരു പതിവ് കണ്ടിട്ടുണ്ട്. ജനാസകൾ പായിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു പതിവ് എത്യോപ്യയിലുണ്ട്. നിന്റെ ജനാസ അതുപോലെ കൊണ്ടുപോകാമെന്നാണ് അസ്മാ ബീവി ഫാത്തിമയോട് പറഞ്ഞത്. അതനുസരിച്ച് ആദ്യമായി ഇന്നത്തെ ഈ സന്തൂക്ക് മയ്യത്ത് കെട്ടിൽ സംവിധാനം അന്നുണ്ടായിരുന്നില്ല. ജനാസ നേർക്കുനേരെ കൊണ്ടുപോവുകയാണ്. ആദ്യമായി ഫാത്തിമ ബീവിയുടെ ജനാസയാണ് അങ്ങനെ ഒരു പായിൽ പൊതിഞ്ഞു കൊണ്ടുപോയത്. പായിൽ പൊതിയുമ്പോൾ ശരീരത്തിൻ്റെ ആകാര വടിവുകൾ കാണില്ല. രാത്രിയാണ് ഫാത്തിമ ബീവി കബറടക്കപ്പെട്ടത്. അവരങ്ങനെ വസിയത്ത് ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ഒരു സൂക്ഷ്മത പാലിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീകളുടെ ജനാസ കുറെ കൂടി സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അന്യപുരുഷന്മാർ കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, പള്ളിയിൽ കൊണ്ടുവന്നു കബറടക്കുന്ന സമയത്തും കബറിന്റെ പരിസരത്ത് നിന്ന് പുരുഷന്മാരൊന്ന് മാറി കൊടുക്കണം. ജനാസ കബറിലേക്ക് ഇറക്കുന്നത് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട മഹറമുകളായിരിക്കും, അന്യപുരുഷന്മാരല്ല. അവർക്ക് കാണൽ അനുവദനീയമായ ആളുകൾ ആ ജനാസ തൊടുകയും പിടിക്കുകയും കബറിലേക്ക് ഇറക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. കബറിന്റെ മുകളിൽ ഒരു തുണി കൊണ്ട് മൂടി പിടിക്കുക. ആ തുണി മൂടി പിടിക്കുന്നത് ജനാസ മറ്റുള്ളവർ കാണാതിരിക്കാനാണ്. സ്വാഭാവികമായിട്ടും കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് കഫൻ തുണി മാറിപ്പോവുകയോ അല്ലെങ്കിൽ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ആകാര വടിവുകളൊക്കെ ചുറ്റും നിൽക്കുന്ന ആളുകൾ കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കഴിയുമെങ്കിൽ ഒരു തുണി അതിന് പുറത്ത് മൂടി പിടിക്കുക. പരമാവധി പുരുഷന്മാരൊന്ന് മാറി നിന്ന് കൊടുത്ത് സഹകരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജനാസയുടെ കാര്യത്തിൽ, ഇപ്പോൾ സ്ത്രീകളുടെ ജനാസയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ജനാസ കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അല്ലാഹുവിൻ്റെ അടുക്കലൊക്കെ മയ്യത്തിനെ പറഞ്ഞു വിടേണ്ടത്. അത് മയ്യത്തിനും നല്ലതാണ്. നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറ്റക്കാരാവൊക്കെ ചെയ്യും. അല്ലാഹു സൂക്ഷ്മത പാലിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.